ഈ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ വെറുതെ ഒരു ഭാര്യയില് ജയറാം പറയുന്ന പോലെ ആ ഒരു താളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ. എനിക്ക് ഏകദേശം ഒരു 5-6 മാസം എടുത്തു ഈ ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ ഉറങ്ങുന്ന സമയത്താണ് എന്റെ ജോലികളൊക്കെ നടക്കുക. അപ്പൊ അവൻ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് അവനുള്ള ഫുഡ് റെഡിയാക്കി വെക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓട്സും പിന്നെ അതുപോലെ ആപ്പിളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫുഡാണ്. സോ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഞാനിത് കുറുക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഉപ്പോ മധുരമോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ആപ്പിൾ വാഷ് ചെയ്ത് വൃത്തിയാക്കി പീസായിട്ട് ഞാൻ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഇത് വെന്ത ശേഷം നല്ല സോഫ്റ്റ് ആവും. സോ ആ സമയത്ത് ഇതൊരു മിക്സിയിലാക്കിയിട്ട് ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഓട്സ് ഞാൻ അടിച്ചെടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഈ ആപ്പിൾ അടിച്ചതും പിന്നെ അതേപോലെ ഓട്സും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പം ആശാൻ നല്ല ഉറക്കത്തിലാണ്. സോ ആ സമയത്ത് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പം ചെടികളൊക്കെ ഞാൻ വാടി നിപ്പുണ്ട്. അപ്പം അതിനൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ജീവൻ വെപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊരു മൂളലും ഞരങ്ങലും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വിൻഡോയിലൂടെ നോക്കിയപ്പം അവൻ എണീറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പൊ അവന് നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മുറ്റത്തേക്ക് ഇറങ്ങി പുറത്തിരുന്ന് കൊടുക്കാന്നാണ് വിചാരിച്ചത്. ഈ ഒരു ചെയർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പം എപ്പോഴും എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് കൈക്ക് ഭയങ്കര വേദന. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹൈ ചെയർ ഓർഡർ ചെയ്തത്. അപ്പൊ അതിന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ആളെ ഇരുത്തിയേക്കുന്നത്. നമ്മൾ ഈ ടിവിയും അതേപോലെ ഫോണൊക്കെ കാണിച്ച് ഫുഡ് കൊടുക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. സോ ഇങ്ങനെ പുറത്തിരുത്തി കാഴ്ചകളൊക്കെ കാണിച്ച് ഫുഡ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇത് എത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ പറ്റുന്ന അത്രയും കാലം ഇങ്ങനെ കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ആള് നന്നായിട്ട് കഴിച്ചു, ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ചില വെറൈറ്റീസും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.